ലെവല് കുറയ്ക്കും. നടപടി സ്വീകരിക്കാത്തോണ്ടാണ് ഈ വിഷയം. അവർക്കെതിരെ ഒരു എഫ്ഐആർ ഇട്ടിട്ടില്ല. മരണം നടന്നിട്ട് ഈ അശോക കമ്പനിക്ക് ഒരു എഫ്ഐആർ ഇട്ടുണ്ടെന്ന് ഇവിടുത്തെ ഒരിക്കലും ഉദ്യോഗസ്ഥന്മാരോടൊന്നും ചോദിക്കും. ഒരു എഫ്ഐആർ ഇട്ടുണ്ടെന്ന് ചോദിക്ക്. പക്ഷെ പ്രതികരിക്കുന്ന ആൾക്കാർക്കെതിരെ അശോക കമ്പനിയുടെ കാശ് മേടിച്ച് നക്കുന്നത് കൊണ്ടാണ്. എല്ലാവരും അശോക കമ്പനിയുടെ കാശ് മേടിച്ച് ഉദ്യോഗസ്ഥന്മാർ കാശ് വാങ്ങിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളെ ദിവസവും കണ്ടോണ്ടിരിക്കുന്നത് സാറേ. ഇത് പൂർണ്ണമായിട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കത്തില്ല. അപ്പൊ ഇപ്പൊ പറഞ്ഞില്ലേ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതാണ്. അതാണ് പറഞ്ഞത്. അവര് ഉത്തരവാദിത്തപ്പെടാന്ന് പറഞ്ഞത്. അപ്പൊ കാര്യം മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അവർ ചെയ്തിട്ടില്ല. അതാ പറഞ്ഞത്. പിന്നെ തീർച്ചയായിട്ടും അതെ അതെ അതെ. അപ്പൊ കളക്ടറോട് പറഞ്ഞ് അതിനൊരു ഉത്തരവാദിത്തം ഇല്ലാതെ കാര്യമല്ല. നാട്ടുകാർ പൂർണ്ണമായിട്ടും സത്യമാണത്. പോയപ്പോ അവന്റെ വീട്ടുകാർക്ക് പോയി അറിയാമോ. അത്ര ബുദ്ധിമുട്ടുണ്ട്. അത്ര വർഷമാണ് നാട്ടുകാർ ഇത് കണ്ട് അപകടങ്ങളിൽപ്പെട്ട് 500ഓളം പേര് കിടക്കുന്നുണ്ട്. അപകടങ്ങളിൽപ്പെട്ട് തീർച്ചയായിട്ടും അപകടം നടക്കത്തില്ല. ഇപ്പോൾ അരൂരിൽ നടക്കുന്ന പ്രതിഷേധമാണ് പ്രേക്ഷകർ കണ്ടത്. അവിടെ ഗഡർ വീണ ഒരാളിൻ്റെ മരണം സംഭവിച്ചു എന്ന് വെളുപ്പിന്. അശ്വിൻ പാലാഴി കൂടി സംഭവ സ്ഥലത്ത് നിന്ന് ചേരുകയാണ് നമുക്കൊപ്പം. അശ്വിൻ, യഥാർത്ഥ ജനങ്ങളുടെ ആവശ്യം എന്താണ്? പ്രതിഷേധക്കാർ എന്താണ് വിളിച്ചു പറയുന്നത്? എസ്കൻ, അല്പസമയം മുമ്പ് ഈ കരാർ കമ്പനിയുടെ പ്രതിനിധി അശോക കൺസ്ട്രക്ഷൻസ് ആണ് ഈ കരാർ ജോലി ഏറ്റെടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രതിനിധി സംസാരിച്ചുകൊണ്ടിരിക്കവെയാണ് നാട്ടുകാർ വലിയ പ്രതിഷേധവുമായി ആ കരാർ കമ്പനി പ്രതിനിധിക്ക് നേരെ വന്നത്. അതായത് ഈ ഗർഡർ സ്ഥാപിക്കുന്ന ജോലികൾക്കിടെ വാഹനങ്ങൾ കടത്തിവിട്ടു എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. അത് കടത്തിവിട്ടില്ല, വാഹനങ്ങൾ പൂർണ്ണമായും തടഞ്ഞു എന്ന് കരാർ കമ്പനി അവകാശപ്പെട്ടിരുന്നു. അവകാശവാദത്തെ എതിർത്തുകൊണ്ടാണ് നാട്ടുകാർ വലിയ പ്രതിഷേധവുമായി ഉന്നയിക്കുന്നത്. നാട്ടുകാരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് അരൂർ മുതൽ തുറവൂർ വരെയുള്ള നാട്ടുകാരെ സംബന്ധിച്ച് ഈ അപകടങ്ങൾ നിത്യസംഭവമാണ്. ഇത് കണ്ട് മനസ്സ് മരവിച്ചിരിക്കുന്ന ആളുകൾക്ക് മുന്നിലേക്കാണ് കരാർ കമ്പനി ഇത്തരത്തിലൊരു വിശദീകരണവുമായി എത്തിയത്. നിലവിൽ ഈ കരാർ കമ്പനി പറയുന്ന വിശദീകരണം, അതിൻ്റെ പ്രതിനിധി പറയുന്ന സാങ്കേതികമായ വിശദീകരണം എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ജാക്കിയാണ് ഈ ഗഡറുകൾ മുകളിൽ ഉയർത്തി വെച്ചതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനായി ഉപയോഗിച്ചിരുന്നത്. മറ്റൊരു വശത്തേക്ക് നീക്കുന്നതിനിടെ ഹൈഡ്രോളിക് ജാക്കി തകരാറിലാവുകയും അതിൽ നിന്ന് ഈ ഗർഡർ തെന്നി താഴേക്ക് വീഴുകയുമായിരുന്നു എന്നുള്ളതാണ് ഔദ്യോഗിക വിശദീകരണം. പക്ഷേ ഇത്രയും ഉയരമുള്ള ഗർഡർ, ഈ തൂണുകൾക്ക് മുകളിലേക്ക് ടൺ കണക്കിന് ഭാരമുള്ള 100 ടൺ ഭാരമുള്ള 2 ഗർഡറുകളാണ് ഇത്തരത്തിൽ വീണിരിക്കുന്നത്. ആ ടൺ ഭാരമുള്ള വസ്തുക്കൾ ഉയർത്തുമ്പോഴും നീക്കുമ്പോഴുമൊക്കെ വാഹന ഗതാഗതം എങ്ങനെ ഇതിന് താഴെ കൂടി അനുവദിച്ചു എന്നുള്ളതാണ് നാട്ടുകാരുടെ ചോദ്യം. പക്ഷേ അത് അനുവദിച്ചില്ല എന്നവർ പറയുകയും ചെയ്തു. എന്തായാലും നാട്ടുകാർ പോലീസുമായി തർക്കത്തിൽ ഏർപ്പെട്ടു. കരാർ കമ്പനി പ്രതിനിധിയെ പോലീസ് തന്നെ ഈ സ്ഥലത്ത് നിന്ന് മാറ്റി സുരക്ഷിതമായ അതായത് ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഈ പോലീസും മറ്റ് അധികൃതരുമായുള്ള തർക്കം അത് ഇപ്പോഴും തുടരുകയാണ്. അവർക്ക് ഇതിനൊരു ശാശ്വതമായ പരിഹാരമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. എന്തായാലും അത് എങ്ങനെ നടത്തുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമില്ല. എന്തായാലും നാട്ടുകാരുടെ വലിയ പ്രതിഷേധം ഇവിടെ തുടരുകയാണ്. ഓക്കെ, താങ്ക് യു അശ്വിൻ പാലാഴി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.